അപ്പൊ എന്താണ് തവസ്സുൽ? ഇത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തവസ്സുലിന്റെ പേരും പറഞ്ഞ് ഖബറിനോട് അല്ലെങ്കിൽ മരിച്ച വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന കുറെ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് തവസ്സുൽ. തവസ്സുൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അടുത്ത അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മാർഗം വഴി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതിനാണ് തവസ്സുൽ എന്ന് പറയാ. വസീൽ എന്നൊക്കെ പറയും ഒരു മാർഗം വഴി. ഇത് 3 ടൈപ്പാണ് ഉള്ളത്. അതിൽ ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളും ആട്രിബ്യൂട്ട്സും വഴി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. 2 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ വഴി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. 3 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ചെയ്യണം, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന വഴി അള്ളാഹുവിനോട് തേടുക അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ ഒരു 3 ടൈപ്പാണ് ഇതിലുള്ളത്. ഇതിൽ മരിച്ചൊരു വ്യക്തിയോട് പ്രാർത്ഥനയില്ല, മരിച്ചൊരു വ്യക്തിയിലൂടെ പ്രാർത്ഥനയില്ല. ഇപ്പൊ നബി ജീവിച്ചിരിക്കുമ്പോൾ സ്വഹാബിമാര് നബിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ നബി മരിച്ചതിന് ശേഷം ഒരു സ്വഹാബിമാരും ഖബറിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാനോ ഖബറിലൂടെ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത് വ്യക്തമാണ്, അത് ഒരു ഹദീസിലും ഇല്ല. ഒപ്പം തന്നെ ഒരു ഹദീസിന്റെ ഒരു കണ്ണാണത്തെ വ്യക്തി നബിന്റെ അടുത്ത് ചെന്നിട്ട് നബിന്റെ ദുവ വഴിയുള്ള തവസ്സുൽ വഴി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. അപ്പൊ നിങ്ങൾക്കറിയാലോ നബി അപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നു. നബിനെ വസീലാക്കി തവസ്സുൽ ചെയ്ത ഒരാള് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പൊ ഇസ്ലാമിന്റെ ഒരു ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം ഒരു മുസ്ലിമിനാണ് ഇവിടെ ഇരിക്കുക, എന്റെ അപ്പുറത്ത് ഭയങ്കര അറിവുള്ള ഒരു പണ്ഡിതനും ഇരിക്കുക വിചാരിച്ചോ. പക്ഷെ അള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങൾ രണ്ടാളും ഇരിക്കല, അള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങൾ രണ്ടാളും അടിമകളാ. അള്ളാഹിനോട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ദുആ ചെയ്യാനും പറ്റും. ഇതിനൊരു ഇടനിലക്കാരൻ വേണമെന്ന് നിർബന്ധമേ ഇല്ല. ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ അത് ശിർക്കല്ലാത്ത രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അള്ളാഹിനോടാ പ്രാർത്ഥിക്കുന്നത്, വേറെ ആരോടും അല്ല. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത്. എല്ലാ നബിമാരും സ്വഹാബിമാരും ഒക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു നബിമാരും വേറെ നബിമാരുടെ കബറിടങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുമില്ല. അപ്പൊ ഇതിനെ ഏത് രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വളച്ചൊടിക്കാം. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള എത്ര ഉള്ളൂ, അന്ധമായിട്ട് ഒരാളെ ഫോളോ ചെയ്ത് അതാണ് പടച്ചോൻ അല്ലെങ്കിൽ അതാണ് ഇസ്ലാം എന്ന് വിചാരിക്കാതിരിക്കുക. ഖുർആനിൽ എന്താ പറയണത്? ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഒപ്പം തന്നെ ആൾക്കാരുടെ നിന്ന് പഠിച്ചോ പഠിക്കണ്ടെന്നല്ല, എല്ലാവരും നമ്മളങ്ങനെ തന്നെ വളർന്നതും. പക്ഷെ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് കറക്റ്റ് നോക്കാതെ അന്ധമായിട്ട് ഒരാളുടെ വാക്ക് കേൾക്കേ വേണ്ട.